അത് പറഞ്ഞ മുജാഹിദുകൾ രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞതിന്റെ ശേഷം ഇപ്പോൾ അവർ തമ്മിലുള്ള തർക്കം എന്താണെന്നറിയോ? മറ്റേ കൂട്ടർ കാഫിറാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മുബാഹലക്ക് വെല്ലുവിളിക്കുന്ന അതുകൂടെ പെട്ടെന്ന് വെച്ച് നമ്മുടെ വിഷയത്തിലേക്ക് പോവാ. എന്നിട്ട് അവസാനം മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് മൻസൂർ അലി ചെമ്മാട് സക്കരിയ സലായിയുടെ ക്ലിപ്പിട്ടുകൊണ്ട് മുബാഹലക്ക് വെല്ലുവിളിക്കുന്നതും അത് സ്വീകരിക്കുന്നതുമായ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കരമായി ചൂടായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് മുബാഹല നടത്താൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ മുബാഹല വെല്ലുവിളിക്കാറില്ല. നമ്മൾ നടത്തിയിട്ടുള്ളത് ഖാദിയാനികളായിട്ടാണ്. ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ മുബാഹലക്ക് വെല്ലുവിളിക്കാറില്ല. അപ്പം നമ്മളത് സ്വീകരിക്കുകയാണ്. ഒരു മുസ്ലിം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിമോ ആണല്ലോ നടത്തേണ്ടത്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. സക്കരിയാന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ മുബാഹല നടക്കുന്നില്ല. എന്നാൽ ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഈ മുബാഹലക്കുള്ള വെല്ലുവിളികളൊന്നും കേട്ടോളി. ഞാൻ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് നടത്തല്. ക്രിസ്ത്യാനികളെ നബി വെല്ലുവിളിച്ചിട്ടുള്ളൂ, ഖാദിയാനികളുമായിട്ടേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഇവർ തരംതാഴുന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ ഞാൻ ഷെയ്ഖിൻ്റെ അടുത്തുനിന്ന് പൈസ KNMന്റെ ദഅവത്ത് ഫണ്ടിന് വേണ്ടി വാങ്ങി ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഏത് ആവശ്യത്തിന് വാങ്ങിയോ ആ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ട് അസർമിനും ബോധ്യമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ മുബാഹലക്ക് തയ്യാറുണ്ടോ? ഈ പറഞ്ഞവർ വരട്ടെ. മൻസൂർ അലി ചെമ്മാടും അവൻ്റെ വാലാട്ടികളും ഒക്കെ വരട്ടെ. അവരെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരട്ടെ. പരസ്യമായ സ്റ്റേജിൽ വെച്ച് ഒരു ശാപപ്രാർത്ഥന നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ് കുവൈത്തിലെ മടവൂരി വാലാട്ടികളെ മുഴുവനും. ആ വെല്ലുവിളി വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് മുബാഹല നടത്തുക. നമ്മൾ മുസ്ലിങ്ങളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. ഇയാളും വരട്ടെ. ഭാര്യമാര് എന്നുള്ള ബഹുവചനം കുറെ കൂടി ഫിറ്റ് ആവുക അവിടെയാണ്. ഭാര്യമാരെയും കുട്ടികളെയും കൊണ്ട് വരട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് കുടുംബങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാരും വെച്ചിട്ട് മുബാഹല നടത്താം. ദഅവാ ഫണ്ട് മുബാഹലക്ക് വെല്ലുവിളിച്ച് പച്ച കാഫറുകളാണ് മറ്റേ ഭാഗത്തുള്ളത് എന്ന് ഇരു കൂട്ടരും പറയാൻ. ഇതാണ് ഇപ്പൊ അവരുടെ നിലവാരം.